പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാംനാഥ്. നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നൊരു ഓട്ടോമോട്ടീവ് കണ്ടന്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ജാപ്പനീസ് ടൂ വീലർ മാനുഫാക്ചറായ യമഹ മോട്ടോകോപ്പിൻ്റെ ഒരു വണ്ടിയാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അത് മറ്റു ഒരു വണ്ടിയല്ല, നമ്മുടെ യമഹയുടെ എറോക്സ് 155cc ആണ്. ലോങ് ഡിസ്റ്റൻസ് ട്രാവലിനും പിന്നെ അതുപോലെ തന്നെ ബിഗ്ഗർ ക്യാപ്പബിലിറ്റി ഉള്ളൊരു വണ്ടിയാണ് നമ്മൾ ഈ മാക്സി സ്കൂട്ടർ എന്ന് പറയുന്നത്. കാരണം 155cc എഞ്ചിൻ വരുന്ന ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്ന വണ്ടി നമുക്ക് ഇന്ത്യൻ സ്കൂട്ടർ സെഗ്മെൻറ്റിൽ രണ്ട് വണ്ടികളാണ് ഉള്ളത്. ഒന്ന് അപ്രീലയുടെ ഒരു വണ്ടിയും പിന്നെ അതുപോലെ തന്നെ യമഹ ഈ ഇടയ്ക്ക് ഒരു വർഷമായി കാണും ഈ ഇടയായിട്ട് പുറത്തിറക്കിയ യമഹയുടെ എയറോക്സ് 155cc ആണ്. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗത്ത് വരികയാണെങ്കിൽ ഒരു സ്പ്ലിറ്റ് ടൈപ്പ് LED ഹെഡ് ലാമ്പ് നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മളെ പണ്ടത്തെ R3 ഡിസ്കണ്ടിന്യൂ ചെയ്ത R3 വന്നുകൊണ്ടിരുന്ന അത് ഏകദേശം സെയിം ആയിട്ടുള്ളൊരു ഹെഡ് ലാമ്പ് അസംബ്ലിയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ തന്നെ ഒരു LED DRL കൊടുത്തിട്ടുണ്ട്. DRL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ടൈം റണ്ണിങ് ലൈറ്റിനാണ് നമ്മൾ DRL എന്ന് പറയുന്നത്. അത് ഓൾവേസ് ഓൺ ആയിരിക്കും. വണ്ടി നമ്മൾ ഓൺ ആക്കുന്ന ടൈമിൽ ഈ ഒരു ലൈറ്റ് ഓൾവേസ് ഓൺ ആയിരിക്കും. തൊട്ട് താഴെ വരുന്ന ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടുന്ന സമയത്ത് നമുക്ക് നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റിയ LED ആണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് മുകളിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ടെക്സ്ചർ ഫിനിഷാണ് വന്നിരിക്കുന്നത്. വണ്ടിയുടെ ഇവിടെ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ഗ്രിപ്പുള്ളൊരു ടെക്സ്ചർ ഫിനിഷാണ് നമുക്ക് വന്നിരിക്കുന്നത്. തൊട്ട് മുകളിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു വൈസർ വന്നിട്ടുണ്ട്. ഒരു വൈസർ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വൈസറാണ്. അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഉള്ള വൈസറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് വരുമ്പോഴത്തേക്കും വണ്ടിയുടെ റിയർ വ്യൂ മിററാണ്. നമ്മൾ സാധാരണ MT15 വരുന്ന ടൈപ്പ് മിററാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് താഴേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് 40 ഇഞ്ചിൻ്റെ ഒരു ടയറാണ് കാണുന്നത്. അതുപോലെ തന്നെ C8 ടയറാണ് നമുക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ടയറിൻ്റെ സൈസ് വന്നിട്ട് 40 ഇഞ്ചാണ് നമുക്ക് ടയറിൻ്റെ സൈസ്. അതുപോലെ തന്നെ 110 സെക്ഷനാണ് വന്നിരിക്കുന്നത്. പിന്നെ തൊട്ട് താഴേക്ക് വരുമ്പോഴത്തേക്കും ABS ഡിസ്ക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 240 mm ABS സിംഗിൾ ചാനൽ ABS ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ തൊട്ട് മുകളിലേക്ക് വരുമ്പോൾ 26 mm ടെലസ്കോപ്പിക് സസ്പെൻഷനുമാണ് നമ്മുടെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ഒരു ബ്രേക്ക് കാലിപ്പറും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വരുമ്പോഴത്തേക്കും വണ്ടിയുടെ ഒരു ഫ്ലോട്ടിംഗ് പാനൽ സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് വണ്ടിയുടെ ഇൻഡിക്കേറ്റർ ഇവിടെയാണ് വരുന്നത്. വണ്ടിയുടെ 2 ഇൻഡിക്കേറ്റർ നമുക്ക് ഇവിടെയാണ് വരുന്നത്. ഞാൻ ഓണാക്കി കാണിച്ചു തരാം. ഓക്കെ, കണ്ടില്ലേ? വണ്ടിയുടെ വിസിബിൾ പോർഷൻ നമുക്ക് വന്നിരിക്കുന്നത് ഈ ഒരു ഫ്രണ്ട് ഭാഗത്താണ്. നമുക്ക് ഈ സൈഡിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ബ്രാൻഡിങ് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ VVA എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ MT15 അതുപോലെ തന്നെ R15 വരുന്ന വേരിയബിൾ വാൽവ് ആക്ടിവേഷൻ എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ. നമ്മൾ ഈ ഒരു വണ്ടി ബൈക്കുമായിട്ട് താരതമ്യം ചെയ്യുന്നത് ഇതിൻ്റെ റിയറാണ്. ഇതിൻ്റെ റിയർ പോർഷനാണ്. ഈ ഷാർപ്നെസ്സും ഈ മസ്കുലർ ഈ ഒരു വ്യൂ ആണ് നമ്മൾ ഒരു ബൈക്കിനോട് കമ്പയർ ചെയ്ത് നിൽക്കുന്ന ഒരു എന്താ പറയുക, ഒരു വ്യൂവിങ് ആംഗിൾ അല്ലെങ്കിൽ വണ്ടിയുടെ ഒരു മസ്കുലർ ഷേപ്പ് അങ്ങനെയാണ് നമ്മൾ യമഹ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ടെയിൽ തന്നെ നമുക്ക് ടെയിൽ ലാമ്പ് കാണാം. തൊട്ട് താഴെയായിട്ടാണ് 2 ഇൻഡിക്കേറ്റർ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാധാ ബൈക്കിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന സ്പ്രിംഗ് സസ്പെൻഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. തൊട്ട് താഴേക്ക് വരുമ്പോഴത്തേക്കും അപ്ലിഫ്റ്റ് എക്സോസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു ഫൈബറിൻ്റെ ഒരു നല്ലൊരു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു മഫ്ലറാണ് ഇതിനെ കോട്ട് ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മൾ റിയർ ടയറിലേക്ക് വരുമ്പോഴത്തേക്കും 140, 70, 14 എന്ന ടയർ സൈസാണ് നമ്മൾ ഈ വണ്ടിയിൽ വരുന്നത്. ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും റിയർ ഫെൻഡേഴ്സ്, പിന്നെ റിഫ്ലക്ടർ, പിന്നെ അതാണ്ട് ഇവിടെ 155cc ബാഡ്ജിങ്ങാണ് വണ്ടിയിൽ കാണാൻ പറ്റുന്നത്. വണ്ടിയുടെ സീറ്റിലേക്ക് വരുമ്പോഴത്തേന് നമുക്ക് ഒരു സ്റ്റെപ്പ് അപ്പ് സീറ്റാണ് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പില്ലിയൻ ടോപ്പ് അതുപോലെ തന്നെ റൈഡർ ഫ്രണ്ട് സ്റ്റെപ്പ് അപ്പ് സീറ്റിനാണ് വരുന്നത്. സീറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 790 mm ആണ് സീറ്റ് ഹൈറ്റ് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നോർമൽ വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം ബിഗ്ഗറാണ്. നമുക്ക് ലേഡീസിനും ഇത്തിരി വണ്ണമുള്ളവർക്കൊക്കെ കയറാൻ കുറച്ച് പാടാണ്. നമുക്ക് ഈ ഒരു വണ്ടി ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു യങ്സ്റ്റേഴ്സ്, ഈ ഒരു ഏജിലുള്ളവർക്കാണ് ഈ വണ്ടി കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പോർട്ടി ഫിനിഷിംഗ് ലുക്ക് അതിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് സാധാരണ നല്ല ഇവിടെ പെട്രോൾ ടാങ്കാണ് വരുന്നത്. സാധാരണ നമുക്ക് പെട്രോൾ ടാങ്ക് എവിടെയാണ് സാധാ സ്കൂട്ടറിൽ വരുന്നത്? നമുക്ക് സീറ്റിന് ഉള്ളിലാണ് വരുന്നത്. ഇത് വരുന്നിട്ട് ഫ്രണ്ടിലാണ്. കാരണം നമുക്ക് ഈ ഫ്ലോർ ബോർഡിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാല് വയ്ക്കാൻ അത്യാവശ്യം സ്പേസും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നോർമൽ എന്താ പറയുക, ഇവിടെ തട്ടത്തില്ല. അത്രയും ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ വെച്ചിട്ടാണ് യമഹ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ഈ യമഹ എയറോക്സിൽ നമ്മളെ ഫ്യൂവൽ ടാങ്ക് ഇവിടെയാണ് ഫ്ലോർ ബോർഡിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. സാധാ സ്കൂട്ടറിൽ നമുക്ക് റിയറിലാണ് വരുന്നത്. നമ്മൾ റിയർ സീറ്റിന് ഉള്ളിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഫ്യൂലിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 5.5 ലിറ്റർ ആണ് നമുക്ക് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഓൺ പൊസിഷൻ കാണാൻ പറ്റും.
ഈ ഓൺ പൊസിഷനിൽ തൊട്ടിപ്പുറത്ത് ഓപ്പൺ എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഓപ്പൺ കൊടുത്തിരിക്കുന്ന ഭാഗത്ത് ഫ്യൂവൽ എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പെട്രോൾ ഒഴിക്കുന്ന ടാങ്ക് നമുക്ക് ഇവിടെ വിസിബിൾ ആവും. അങ്ങനെ നമുക്കിപ്പോൾ കുറേ ദൂരയാത്രയൊക്കെ പോകുന്ന ടൈമിൽ നമുക്ക് ഇത് യൂസ്ഫുൾ ആണ്. നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല. പിന്നെ അതിന് സ്വിച്ചസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ സ്വിച്ചസിൽ വരുമ്പോഴത്തേക്കും കിൽ സ്വിച്ച് ടേൺ ഓൺ ഓഫ് ഇവിടെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച് താണ്ട് ഇവിടെയാണ് വന്നിരിക്കുന്നത്. പിന്നെ തൊട്ട് താഴെ സ്റ്റാർട്ട് ബട്ടണാണ് വന്നിരിക്കുന്നത്. നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും മെനു കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബട്ടൺ താണ്ട് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഹൈ ബീം ലോ ബീം ബട്ടൺ, തൊട്ട് താഴെ ഇൻഡിക്കേറ്റേഴ്സ്, അതിന് തൊട്ട് താഴെ നേരെ വന്നിട്ട് ഹോണിൻ്റെ സ്വിച്ചാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാധാ MT-15 അതിൻ്റെയൊക്കെ ഏകദേശം ഒരു സൗണ്ട് പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ നോർമൽ ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഓവറോൾ ലുക്ക് വന്നിരിക്കുന്ന വണ്ടിയുടെ. നെക്സ്റ്റ് നമ്മൾ വന്നിരിക്കുന്ന വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് നോക്കാൻ പോകുന്നത്. 145 mm ആണ് നമുക്ക് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിരിക്കുന്നത്. ഏകദേശം അടി തട്ടാതെ നമുക്ക് പോവാം. അതാണ് ഓവറോൾ പറയുന്നത്. ഒരു മാക്സിമം നമ്മൾ ഈ ഇന്ത്യൻ ഡ്രൈവ് കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വലിയ ഹമ്പൊക്കെ കയറിയാൽ അധികം ബാക്കിൽ പില്യൺ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. 126 kg ആണ് വണ്ടിയുടെ ടോട്ടൽ വെയിറ്റ് വരുന്നത്. നമുക്കിതിൽ വരുമ്പോഴത്തേക്കും 5 കളർ ഓപ്ഷനാണ് വരുന്നത്. നമ്മൾ സിൽവർ, റേസിംഗ് ബ്ലൂ, മോൺസ്റ്റർ എനർജി, യമഹയുടെ മോട്ടോ GP എഡിഷൻ, പിന്നെ വന്നിട്ട് മെറ്റാലിക് ബ്ലാക്ക്, അത് കഴിഞ്ഞിട്ട് ഗ്രേ വെർമിലിയൻ എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റാണ് നമുക്ക് ഇന്ന് റിവ്യൂ ചെയ്യാൻ കിട്ടിയിരിക്കുന്നത്. അതിന് വന്നിട്ടാണ് ഈ ഒരു ഓറഞ്ച് അലോയ്. മിക്ക ആൾക്കാരും ഈ ഒരു കളറാണ് കൂടുതലും സെയിൽ പോകുന്നതെന്നാണ് തോന്നുന്നത്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് എല്ലാവർക്കും ഈ ഓറഞ്ച് ടൈപ്പ് അലോയാണ് ഇഷ്ടപ്പെടുന്നത്. കൂടുതലും സെയിൽ ഈ വണ്ടിയാണ് പോകുന്നതാണ് നമ്മളൊരു സാധാ ഒരു കാറെടുത്ത് ചോദിച്ചപ്പോൾ ഉള്ളൊരു റിവ്യൂ അറിയാൻ പറ്റിയത്. തൊട്ട് റിയറിലേക്ക് വരുമ്പോഴത്തേക്കും ഡ്രം ബ്രേക്കിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അത്യാവശ്യം സോഫ്റ്റുമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു 155cc ഈ ഫ്രണ്ടിൽ ഈ വരുന്ന ഈ ഒരു ABS അത്യാവശ്യമാണ്. കാരണം നമ്മൾ എത്രയെങ്കിലും പെട്ടെന്ന് പോയിട്ട് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ CBS പോലെ ആക്ട് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് ABS ആണ് കൂടുതലും ഇത്രയും വെയിറ്റും ഇത്രയും 155cc വേണ്ട ഒരു ബ്രേക്കിംഗ് സിസ്റ്റം ഫ്രണ്ടിൽ. ഏകദേശം ഇതാണ്. ഇനി ബാക്കിലും ആ സെയിം കൊടുക്കായിരുന്നു, പക്ഷേ ഇനി വരുന്ന വണ്ടിയിൽ അത് യമഹ പ്രൊവൈഡ് ചെയ്യും എന്ന് നമുക്ക് വിചാരിക്കാം. ഏകദേശം ലുക്കും ഓവറോളും നല്ലൊരു വണ്ടിയാണ്. ഓക്കെ, വണ്ടിയുടെ പവറിൻ്റെ ഭാഗത്ത് വരികയാണെങ്കിൽ 15 PS മാക്സിമം അറ്റ് 8000 RPM. പിന്നെ അതുപോലെ തന്നെ ടോർക്ക് വന്നിട്ട് 14 Nm അറ്റ് 6500 RPM പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇപ്പം ഈ കറണ്ട് മൈലേജ് എന്ന് പറയുമ്പോൾ ഈ ഒരു വണ്ടി ഓട്ടിച്ചിട്ട് കറണ്ട് മൈലേജ് കിട്ടിയിരിക്കുന്നത് 40 km ആണ്. സിംഗിൾ ലിറ്ററിൽ 40 km എന്ന് പറയുമ്പോൾ ടോട്ടൽ 5 ലിറ്റേഴ്സാണ്, 5.5 ലിറ്റേഴ്സാണ് വരുന്നത്. അതിൽ സിംഗിൾ ലിറ്ററിൽ 40 km ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നമ്മൾ നോർമൽ വണ്ടിയുടെ ഒരു മൈലേജ് ഇപ്പം നോക്കുകയാണെങ്കിൽ 40 km ആണ് എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 5.5 ലിറ്റേഴ്സ് ഉണ്ട്. അതിലിപ്പം നമ്മളൊരു ജസ്റ്റ് കാൽക്കുലേഷൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, 40 km കിട്ടും. ഏകദേശം ഒരു 200-220 ഒക്കെ കിട്ടും. ഒരു 200 വെച്ചാലും. ഓക്കെ, എന്തായാലും ഞാൻ പറയുന്നത് ടാങ്ക് കപ്പാസിറ്റി കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയെക്കുറിച്ചുള്ള റിവ്യൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി തുടർന്നും ഇതേപോലത്തുള്ള വീഡിയോ ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. നമ്മുടെ വണ്ടിയുടെ ഷോറൂം വന്നിട്ട് കൈമനമാണ്. അവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു വണ്ടി റിവ്യൂ ചെയ്യാൻ കിട്ടിയിരിക്കുന്നത്. കൈമനം ജംഗ്ഷനിലാണ് നമ്മുടെ യമഹയുടെ ശിവജി ഓട്ടോമൊബൈൽസ് റിവ്യൂ ചെയ്യുന്നത്. അവിടെ നിന്നാണ്